ശ്രീ എം കെ ഹരിദാസ്, തൊഴിലാളി വർഗ്ഗങ്ങളുടെ പ്രസ്ഥാനം, അങ്ങനെ ഒരു പ്രസ്ഥാനം സംസ്ഥാനം ഭരിക്കുമ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാകും. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് ജനം. അപ്പോഴാണ് സപ്ലൈകോയിൽ ഇതാ കഴിഞ്ഞ കുറേ മാസങ്ങളായുള്ള അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, ബജറ്റിലും ഒരു കൈത്താങ്ങുണ്ടാകുന്നില്ല. എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം? കഴിഞ്ഞ ജൂൺ മുതൽ 2023 ജൂൺ മുതൽ സപ്ലൈകോടെ ഈ 13 സബ്സിഡി സാധനങ്ങൾ കിട്ടുന്ന റാക്ക് പല സമയത്തും കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു ചാനലുകാർ പോകുന്ന സപ്ലൈകോടെ സ്റ്റോറിലല്ല അടുത്ത ചാനലുകാർ പോകുന്നത്. അപ്പോൾ മന്ത്രി പറയുന്നത് എന്താ, ഒരു ചാനലുകാർ പോകുന്ന ഒരു സപ്ലൈകോഡ് ഔട്ട്ലെറ്റിൽ ഒരു സാധനം കിട്ടുന്നില്ല എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ട് സർക്കാരിനെ നാറ്റിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. അതല്ല ഇതിന്റെ യാഥാർത്ഥ്യം. കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും പല വിധത്തിലുള്ള മാധ്യമപ്രവർത്തകർ സപ്ലൈകോഡ് ഔട്ട്ലെറ്റിലെ 13 സബ്സിഡി സാധനങ്ങളുടെ റാക്ക് കാലിയായി കിടക്കുക എന്ന് പറയുന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഒരു മന്ത്രിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന കാര്യം അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ജനങ്ങളുടെ നികുതിപ്പണം ജനങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ എത്തുന്നതാണ് ഈ സബ്സിഡി എന്ന് പറയുന്നത്. ആരുടെയും ഔദാര്യമൊന്നുമല്ല. അത്തരത്തിലെ ഒരു സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ 13 സാധനങ്ങൾക്ക് 2016 മെയ്യിൽ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറി ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഈ 13 സാധനങ്ങളുടെ, ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളുടെ 13 സാധനങ്ങളുടെ വില 1 രൂപ പോലും ഞങ്ങൾ ഈ സർക്കാർ എത്ര കാലം ഈ കേരളം ഭരിച്ചാലും കൂട്ടില്ല എന്ന് പറഞ്ഞവർക്ക് അതിനെക്കുറിച്ച്, അത് കൂട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വരികയും ആ 13 സാധനങ്ങൾ പോലും ജനങ്ങൾക്ക് കൃത്യമായി ലഭിക്കാതെ പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തില് കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു 100 കോടി ഈ സബ്സിഡി സാധനങ്ങളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ തയ്യാറാവാത്ത ഈ സംസ്ഥാന സർക്കാരിന്റെ ഗതികേട് ഓർത്തിട്ട് സത്യത്തിൽ പശ്ചാത്തപിക്കുകയാണ്. നട്ടലില്ലാത്ത 4 മന്ത്രിമാരാണ് ഈ CPIക്കുള്ളത്. കൃത്യമായ ഒരു പ്രതിഷേധം ഈ മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിന് ശേഷമോ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. CPI മന്ത്രിമാർ, പി പ്രസാദ് ഒഴികെയുള്ള മന്ത്രിമാർ ഇത് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ വകുപ്പിന് ആവശ്യമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല, വിഹിതം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അത് പറയേണ്ട വേദിയിൽ പറയേണ്ട വിധത്തിൽ പറയണം. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഈ CPI മുൻപോട്ട് വെച്ചിട്ടുള്ള, CPI ഉയർത്തിയിട്ടുള്ള ഏത് വാദമുഖങ്ങളാണ് AKG സെന്ററിൽ പോയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം പുറത്തു വരുന്ന? ആരാണോ അവരുടെ സംസ്ഥാന സെക്രട്ടറി, ആ സെക്രട്ടറി അത് ആ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നതല്ലാതെ അവരുടെ ഈ 4 വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തല്ല, അവർ മന്ത്രിസഭാ യോഗത്തില് ഈ ചന്ദ്രശേഖരൻ ഇവിടെ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പങ്കെടുക്കാത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്രയൊക്കെ പ്രതിഷേധം അതൊക്കെ അതിലൊതുങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ 2 മണിയുടെ ചർച്ചയിൽ ഈ മന്ത്രി വന്നിട്ട്, ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി വന്നിട്ട് പറഞ്ഞത്, രാവിലെ ഞാൻ പറഞ്ഞതൊന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ട് കാണണ്ട, ജനകീയമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ എന്ന്, ഈ 10 കോടി കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തരാകേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് നിങ്ങളുടെ 2 മണിയുടെ ചർച്ചയിൽ അദ്ദേഹം ഓൺലൈനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. കാരണം ആ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് CPI മന്ത്രിയുടെ ഈ ഒരു, നമ്മൾ പറയില്ലേ, ഈ വിലാപം ഏകദേശം ഒരു 24 മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സംസ്ഥാന സർക്കാർ ഈ സപ്ലൈകോഡ് ഈ കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു ദ്രോഹമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് തിരുത്തണം. അത് തിരുത്തിയിട്ട് സബ്സിഡി സാധനങ്ങൾ ജനങ്ങൾക്ക്, ഇനി ഇവർ വില കൂട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ആ വില കൂട്ടിയിട്ടായാലും, കാരണം 500 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സാധനം 250 രൂപയ്ക്ക് ഇപ്പൊ സപ്ലൈകോയിൽ കിട്ടുന്നു എന്നുള്ള ധൈര്യം കൊണ്ടാണ് ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഒരു ദിവസം കേരളീയർ പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലവിധ നികുതിയും പലവിധ ഇലക്ട്രിസിറ്റി ചാർജും വർദ്ധിപ്പിച്ച ജീവജലത്തിന്റെ നികുതി, മറ്റേ സെസ്സും അടക്കം കൊടുക്കേണ്ടത്, ഒരു ദിവസം പട്ടിണി കിടക്കാൻ തീരുമാനിച്ച 500 രൂപ ചെലവാക്കേണ്ട സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്തുകൊണ്ട് ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷ, സർക്കാരിന്മേലുള്ള പ്രതീക്ഷ, അത് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ പോലും സർക്കാരിൽ ജനങ്ങൾക്കുള്ള, കേരള ജനതയ്ക്കുള്ള പ്രതീക്ഷ നിറവേറ്റാൻ സർക്കാരിന് സാധിക്കാതെ പോകുന്നിടത്താണ് പ്രധാനമായും പ്രശ്നമുണ്ടാകുന്നത്. നന്ദി ശ്രീ എം കെ ഹരിദാസ്.